എറണാകുളം തിരുവാണിയൂരിൽ 2020 CPM സംഘർഷം. 2020യുടെ പ്രതിഷേധ ജാഥയ്ക്കിടെയാണ് പ്രശ്നം. സ്ത്രീകളെയും കുട്ടികളെയും ഉൾപ്പെടെ മർദ്ദിച്ചതായി ആണ് 2020യുടെ പരാതി. 7 2020 പ്രവർത്തകരെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ടോം കുര്യാക്കോസ് വിവരങ്ങളുമായി ചേർന്നു. ടോം, CPM പ്രവർത്തകർക്കെതിരെ ആണോ ഈ പരാതി മുഴുവൻ വന്നിരിക്കുന്നത്? ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചവരുടെ നില ഏത് തരത്തിൽ? അപർണ, ഈ സംസ്ഥാന ഭരണത്തിന്റെ മറവിൽ CPM ഗുണ്ടായിസം കാണിക്കുന്നെന്ന് ആരോപിച്ച് തിരുവാണിയൂരിൽ ഇന്ന് വൈകിട്ട് 6 മണിക്ക് 2020 ഒരു പ്രതിഷേധ മാർച്ച് നടത്തിയത്. അതായത് വായമൂടി കെട്ടി ഒരു മൗന ജാഥ സംഘടിപ്പിച്ചിരുന്നു. ഇതിനിടെയാണ് ഈ CPM പ്രവർത്തകരുടെ നേതൃത്വത്തില് 2020 പ്രവർത്തകർക്ക്, അതായത് ഈ പ്രതിഷേധക്കാർക്ക് നേരെ ആക്രമണം ഉണ്ടായത്. തിരുവാണിയൂർ പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും വൈസ് പ്രസിഡന്റിന്റെയും നേതൃത്വത്തിൽ ഒരു സംഘം യാതൊരു പ്രകോപനവുമില്ലാതെ 2020 പ്രവർത്തകരെ ആക്രമിച്ചുവെന്നാണ് അവർ ആരോപിക്കുന്നത്. അതിൽ ഈ ആക്രമണത്തിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഉൾപ്പെടെ പരിക്കേറ്റതായും പരാതിയുണ്ട്. ക്രൂരമായി മർദ്ദനമാണ് ഉണ്ടായതെന്നാണ് ഈ 2020 പ്രവർത്തകർ ആരോപിക്കുന്നത്. ഇതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. 7 2020 പ്രവർത്തകരെ ഈ പഴങ്ങനാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 6 പേരുടെ പരിക്ക് സാരമുള്ള പരിക്കാണെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പോലീസിലാണ് ഈ 2020 പ്രവർത്തകർ പോലീസ് പരാതി നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കുറെ നാളുകളായി തിരുവാണിയൂർ മേഖല കേന്ദ്രീകരിച്ച് CPM-ഉം 2020 തമ്മിൽ ചെറിയ നേരിയ തോതിലുള്ള സംഘർഷം നിലനിൽക്കുന്ന പ്രദേശം കൂടിയാണ്. കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിൽ ചില ആക്രമണം ഉണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് 2020 ഇന്ന് വൈകിട്ട് ഒരു CPM-ന്റെ അതായത് സംസ്ഥാന ഭരണത്തിന്റെ മറവിൽ CPM ഗുണ്ടായിസം കാണിക്കുന്ന ആരോപിച്ച് വായമൂടി കെട്ടി മൗനജാഥ, പ്രതിഷേധ ജാഥ സംഘടിപ്പിച്ചത്. ഇതിനിടെയായിരുന്നു ഈ അക്രമ സംഭവങ്ങൾ ഉണ്ടായത്. ടോം കുര്യാക്കോസ് ആണ് വിവരങ്ങൾ നൽകിയത്.